നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈവന്റ് ആണ് യുഎസ് ഇലക്ഷൻ. യുഎസിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ടുള്ള NSE, BSE പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെയധികം ചലനങ്ങൾ ഉണ്ടാവുന്നു. ഹെവി മൂവ്മെന്റ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. സ്റ്റോക്ക് മാർക്കറ്റുകളിലായിക്കോട്ടെ, മറ്റ് എക്കണോമിയിൽ മൊത്തത്തിലായിക്കോട്ടെ ഹെവി മൂവ്മെന്റ് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൈമാണ് എന്ത് ഈ യുഎസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ നേരെ മറുകോണിലുള്ള ലോകത്തിലെ തന്നെ മറുകോണിലുള്ള ഒരു കൺട്രിയിൽ നടക്കുന്ന ഒരു പ്രധാന ഈവന്റ് എങ്ങനെയാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടണം? ഇന്ത്യൻ മീഡിയകൾ എന്തുകൊണ്ട് അതിനെ ആഘോഷിക്കണം? ഇന്ത്യയിൽ ജോ ബൈഡൻ തെരഞ്ഞെടുക്കുന്ന സമയത്ത് യുഎസ്എയിൽ ജോ ബൈഡൻ സെലക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം വളരെയധികം ഹൈക്ക് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരുപാട് കുതിച്ചു കയറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഈവന്റ്, ലോകത്തിന്റെ ഒരു സൈഡിലുള്ള ഈവന്റ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു എക്കണോമിയുമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ചൈന പോലുള്ള രാജ്യവുമായിട്ട് പലതവണ നമ്മൾ സംഘർഷങ്ങൾ ഏർപ്പെടാറുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ ബോർഡർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങളും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെതായിട്ടുള്ള വക്കിലെത്തുന്ന തരത്തിലുള്ള സംഘടനകളൊക്കെ നടക്കാറുണ്ട്. ഈ സമയത്തെല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവാറുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? മാത്രമല്ല മറ്റൊരു ഈവന്റ് ആണ്, നമ്മൾ $1 പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ 71 ഇന്ത്യൻ റുപ്പി കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആരാണ് ഈ ഒരു മോണിറ്ററി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ? അപ്പോ ഇതിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വേൾഡ് തലത്തിൽ ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുന്ന, ഫിനാൻസിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന എല്ലാ രാജ്യങ്ങളുടെയും സഖ്യത്തോടുകൂടി അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും കൊളാബറേഷനോടുകൂടി ലോകത്തിന്റെ തന്നെ ഈ ഒരു മോണിറ്ററി സിസ്റ്റത്തെ, ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് നിർത്തുന്ന ആ ഒരു സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോ നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റമാണ്. അപ്പോ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെയാണ് ഈ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ ബാക്ക് ഹിസ്റ്ററി, എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ തുടങ്ങി, അതായത് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നത് മുതൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഡിജിറ്റൽ കറൻസിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇവല്യൂഷൻ ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തതായി ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഫംഗ്ഷനിങ് ഓഫ് IMS. പിന്നീട് ഈ ഓരോ കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള മോണിറ്ററി സിസ്റ്റം ലോകത്തിൽ ഫോളോ ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഓരോ സിസ്റ്റം കൊളാപ്സ് ആവുന്ന, അല്ലെങ്കിൽ ഒരു സിസ്റ്റം കുറച്ച് നാളത്തേക്ക് ഫോളോ ചെയ്യും, അതിനുശേഷം അത് ക്രാഷ് ആവും, അല്ലെങ്കിൽ അത് തകരും. ആ സിസ്റ്റത്തെ ആരെങ്കിലും എന്ത് ചെയ്യും, എന്തെങ്കിലും റീസൺ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ കൊളാപ്സ് ആവും. അപ്പോൾ ഇങ്ങനെ കൊളാപ്സ് ആവുന്ന സിറ്റുവേഷനിൽ കൃത്യമായിട്ട് നമുക്ക് പുതിയൊരു സിസ്റ്റം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ പുതിയ സിസ്റ്റങ്ങളും വന്നിട്ട് അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം? നമ്മൾ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെപ്പോലുള്ള സാധാരണ കസ്റ്റമേഴ്സ് ആണ്. ഒന്നാമതായിട്ട് നമ്മുടെ സാധാരണ കസ്റ്റമേഴ്സ് ആണ്. സെക്കൻഡ്ലി ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാവും, മറ്റു ബാങ്കുകൾ ഉണ്ടാവും അല്ലെ. പിന്നീട് നമ്മുടെ RBI ഉണ്ടാവും, എസ്പെഷ്യലി അതിനെല്ലാം മോണിറ്റർ ചെയ്യുന്ന RBI ഉണ്ടാവും. അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാവും, ഇന്ത്യ ഗവൺമെന്റ് ആയിട്ട്. അപ്പൊ ഇത്രയും ഈ അടങ്ങുന്ന ഒരു പാർട്ടിസിപ്പൻസ് ഉള്ള വലിയൊരു ലാർജ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പരസ്പരം വേൾഡ് ലെവലിലേക്ക്, ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ഫിനാൻഷ്യൽ മോണിറ്ററി ഇടപാട് ട്രാൻസാക്ഷനുകളെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു കൃത്യമായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരുപാട് രാജ്യങ്ങളുടെ കൊളാബറേഷനിലൂടെയാണ് അല്ലെ. പരസ്പരം സഹകരിച്ചുകൊണ്ടും അവരുടേതായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു ലാർജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല, രാജ്യങ്ങൾ തമ്മിൽ ഇടപാട് നടത്താൻ വളരെയധികം ബുദ്ധിമുട്ടായി വരും. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങൾ, അവരുടെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ള വസ്തുക്കൾ, ഏറ്റവും കൂടുതലുള്ള ഗുഡ്സ് കൃത്യമായിട്ട് മറ്റ് കുറവുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ലെ. ആ രാജ്യത്ത് കൂടുതലുള്ള ഗുഡ്സ് തങ്ങളുടെ രാജ്യത്തിലേക്കും എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇടപാട് നടത്തണമെങ്കിൽ കൃത്യമായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ ആണ് എന്ത് പറയുന്നത്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചറിൽ പ്രധാനമായപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് എഗ്രിമെന്റ്സ് ആണ്, കുറെ എഗ്രിമെന്റ്സ് ആണ്. നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എഗ്രിമെന്റ് ചെയ്യാറുണ്ട്.
നമ്മൾ പല ഉച്ചകോടികൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കേൾക്കാറുണ്ട് അല്ലെ? അമേരിക്കയിലെ ട്രംപുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് മീറ്റിംഗ് നടക്കാറുണ്ട് അല്ലെ? ഈ മീറ്റിങ്ങിലൂടെ അവർ ഓരോ രാജ്യത്തിന്റെ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള ട്രേഡിംഗ് നടത്തുന്ന പരസ്പരം കച്ചവടം നടത്തുമ്പോഴുള്ള ടാക്സിനെ പറ്റിയിട്ടും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടികളെ പറ്റിയിട്ടും പിന്നീട് ആയുധങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴുള്ള അതിന്റെ വിലകളെ പറ്റിയിട്ടും എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് വളരെയധികം ബെനിഫിഷ്യൽ ആയിക്കൊണ്ടുള്ള മീറ്റിംഗുകൾ നടക്കാറുണ്ട്. അപ്പൊ ഇവർ പരസ്പരം എഗ്രിമെന്റ് ഇങ്ങനെയുള്ള എഗ്രിമെന്റ് രാജ്യങ്ങൾ തമ്മിലുള്ള പല പുതിയ എഗ്രിമെന്റും എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പിന്നെ പറയുന്നത് സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം IMF, വേൾഡ് ബാങ്ക്, UN, യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെയാണ്, ആ സിസ്റ്റവും ഇതിന്റെ ഒരു ഭാഗവുമാണ്. ഓക്കെ, പിന്നീട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ കൃത്യമായിട്ടും പാലിച്ചു പോകേണ്ട കുറെ നിയമങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് കൃത്യമായിട്ട് ലോകത്തിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇത്രയും ബാലൻസ്ഡ് ആയിട്ട് ഇത്രയും കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യങ്ങൾ പരസ്പരമുള്ള ട്രേഡ് ഉണ്ടാവില്ല, ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്ന, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പരിശോധിക്കാം റിവല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. എങ്ങനെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഇന്ന് കാണുന്ന നമ്മുടെ മോണിറ്ററി ഫോമിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു കാർഡ് ഫോമിലേക്ക്, ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറിയത്? അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ കൃത്യമായും പരിശോധിക്കേണ്ടത്. നമ്മൾ തുടക്കകാലത്തിൽ മനുഷ്യന്റെ എവല്യൂഷന്റെ സമയത്ത് നമ്മൾ പ്രധാനമായും ട്രാൻസ്ഫർ ചെയ്തിരുന്നത് ഒരു ഗുഡ്സ് നമ്മൾ കൊടുക്കും, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗുഡ്സിനെ ഒരു മറ്റൊരു വ്യക്തി കൊടുക്കും, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗുഡ്സിനെ നമ്മൾ പരസ്പരം വാങ്ങും. ഇതിനെ വിളിക്കുന്ന പേരാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഉണ്ടായിട്ടുള്ള ഒരുപാട് പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ബയോമെറ്റലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നു. അതിനുശേഷം ഗോൾഡ് സ്റ്റാൻഡേർഡുകൾ വന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് കാണുന്ന ഈ കറൻസികളിലേക്കും പേപ്പർ കറൻസികളിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോ ബാർട്ടർ സിസ്റ്റത്തിന് ശേഷം ഒന്നാമതായിട്ട് 1875 വരെ ലോകത്ത് നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ബൈമെറ്റലിസം. ബൈമെറ്റലിസം എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, രണ്ട് മെറ്റൽ. ബൈ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് എന്നുള്ള മീനിങ് അല്ലെ? ബൈമെറ്റലിസം രണ്ട് പ്രധാന മെറ്റലുകളാണ്, അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ തുടങ്ങിയിട്ടുള്ള രണ്ട് പ്രധാന മെറ്റലുകളാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ കച്ചവടങ്ങളുടെ ട്രാൻസാക്ഷന് പകരമായിക്കൊണ്ട് കച്ചവടങ്ങളുടെ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്ന പ്രധാന മെറ്റലുകളായിരുന്നു ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോ ഈ ഗോൾഡ് സിൽവർ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടായിരുന്നു 1875 വരെ കച്ചവടം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈമെറ്റലിസം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബൈമെറ്റലിസം വർക്ക് ചെയ്യാന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കൺട്രികളാണ് ബൈമെറ്റലിസം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ടാവുക. ഒന്ന് ഗോൾഡ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടാവും, മറ്റൊന്ന് സിൽവർ മാത്രം യൂസ് ചെയ്യുന്ന രാജ്യം ഉണ്ടാവും, മൂന്നാമതായിട്ട് ഗോൾഡും സിൽവറും യൂസ് ചെയ്യുന്ന ഒരു രാജ്യവും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ 3 ടൈപ്പ് രാജ്യങ്ങളും വേൾഡിൽ പ്രിവെയിൽ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ ഒരു ബൈമെറ്റലിസം എന്ന ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ഇതായിരുന്നു ബൈമെറ്റലിസത്തിന്റെ ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് ഗോൾഡ് മാത്രം യൂസ് ചെയ്യുന്ന രാജ്യം ഉണ്ടാവണം, സിൽവർ മാത്രം യൂസ് ചെയ്യുന്ന രാജ്യം ഉണ്ടാവണം, ഒപ്പം തന്നെ ഗോൾഡും സിൽവറും ഒരേ ടൈമിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടായിരിക്കണം. ഇതായിരുന്നു ബൈമെറ്റലിസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോ ഇന്ത്യ ഇവിടെ ഉള്ള ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് ഇന്ത്യ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും ഒരു എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോ ഇന്ത്യക്ക് നേരിട്ട് ഒരിക്കലും ബ്രിട്ടനിലേക്ക് പോയിട്ട് സാധനം മേടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാ? UK കറൻസി എന്ന് പറയുന്നത് അവർ സ്വീകരിക്കുന്ന മാർഗമല്ല, അവരുടെ കറൻസി ആയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന സാധനം ഗോൾഡ് മാത്രമായിരുന്നു. ഇന്ത്യയുടെ കയ്യിലാണെങ്കിൽ സിൽവർ മാത്രമേ ഉള്ളൂ. അപ്പോ അവിടെ മിഡിൽമെൻ ആയിട്ട് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫ്രാൻസിന് 2 മെറ്റലും ഒരേപോലെ കറൻസിയായി യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോ ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇന്ത്യക്കും ബ്രിട്ടനും പരസ്പരം ട്രേഡുകൾ നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ബൈമെറ്റലിസത്തിന്റെ സ്ട്രക്ചർ, ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോ ആദ്യം ഇന്ത്യ ഫ്രാൻസിലേക്ക് സിൽവറിനെ കൊടുക്കും. അപ്പൊ അതിന്റെ തുല്യ അളവിലുള്ള ഗോൾഡ് ഫ്രാൻസ് UK എത്തിക്കും. ആ UK എന്ത് ചെയ്യും? അതേപോലെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇങ്ങനെയാണ് ബൈമെറ്റലിസം വർക്ക് ചെയ്തിരുന്നത്.
ഇനി കൊളാപ്സ് ഓഫ് ബൈമെറ്റലിസം. നമുക്കറിയാം ഈ ഒരു 3 കൺട്രികൾ അല്ലെ, 3 ടൈപ്പ് കൺട്രികൾ നമ്മളുടെ ബൈമെറ്റലിസത്തിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആരാണ്? ഗോൾഡ് മാത്രം യൂസ് ചെയ്യുന്നതും സിൽവർ മാത്രം യൂസ് ചെയ്യുന്നതും ഗോൾഡും സിൽവറും മിക്സ് ആയി യൂസ് ചെയ്യുന്നതും. അപ്പോ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ഒരുപാട് വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ എന്ത് ചെയ്യും, ഗോൾഡ് മറ്റു രാജ്യങ്ങളിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിൽവർ മറ്റു രാജ്യങ്ങളിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു മെറ്റൽ മാത്രം വന്ന് അടിയാൻ തുടങ്ങും ഫ്രാൻസിലേക്ക്. അപ്പൊ ഫ്രാൻസിന് കൊളാപ്സ്, പ്രധാനപ്പെട്ട ബൈമെറ്റലിസം കൊളാപ്സ് ആവുന്നതിന്റെ പ്രധാന കാരണം 2 മെറ്റലും യൂസ് ചെയ്യുന്ന രാജ്യത്തിലേക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ മാത്രം ഒരുപാട് വന്ന് അടിയാൻ തുടങ്ങുന്നു. അപ്പൊ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് പല രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നായി വരുന്നുണ്ട്, പക്ഷെ സിൽവർ അധികം വരുന്നില്ല. അങ്ങനെ ഗോൾഡ് ഒരുപാട് വന്ന് അടിയുന്ന സമയത്ത് രാജ്യത്ത് ഗോൾഡിന് ചീപ്പ് റേറ്റ് ആയി മാറും. എല്ലാ ആളുകളുടെയും കയ്യിലും ഗോൾഡ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. സിൽവർ ആരുടെ കയ്യിലും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ സിൽവർ എല്ലാവരും ഗോൾഡിനേക്കാൾ വളരെ വില കൂടിയ ഒരു കറൻസി ആയിട്ട് എന്ത് മാറും? സിൽവർ മാറി. അപ്പൊ എല്ലാവരും സിൽവറിനെ വളരെ സൂക്ഷിച്ചു വെക്കാനും സിൽവറിനെ പുറത്ത് ട്രാൻസാക്ട് ചെയ്യാതിരിക്കാനും ശ്രമിച്ചു. അപ്പോ ഫ്രാൻസ് എന്തായി മാറി? കംപ്ലീറ്റ്ലി ഗോൾഡ് മാത്രം ട്രാൻസാക്ട് ചെയ്യുന്ന, സിൽവറിനെ കിട്ടാനില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഗോൾഡ് മാത്രം പരസ്പരം ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ട് മാറി. അപ്പോൾ കാലക്രമേണ ഇങ്ങനെയുള്ള ഡബിൾ കറൻസി യൂസ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം കാലക്രമേണ എന്ത് ചെയ്യുന്നു? സിംഗിൾ കറൻസിയിലേക്ക് മാറുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ബൈമെറ്റലിസം വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഈ 3 ടൈപ്പ് രാജ്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. അപ്പോ ഓരോ കാലം കഴിയും തോറും ഓരോ രാജ്യങ്ങളിലും ഡബിൾ കറൻസി യൂസ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം സിംഗിൾ കറൻസിയിലേക്ക് മാറാൻ തുടങ്ങി. കാരണം അവരിലേക്ക് ഓരോ ടൈപ്പ് സിംഗിൾ മെറ്റൽ, ഒരു പ്രത്യേക മെറ്റൽ മാത്രം അവരുടെ കയ്യിലേക്ക് അടിഞ്ഞുകൂടും അല്ലെങ്കിൽ റിസർവ് ആയിട്ട് വന്നു തുടങ്ങിയതോടുകൂടി ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി കൊളാപ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈമെറ്റലിസം എന്ന സിസ്റ്റത്തിന്റെ അവസാനത്തോടു കൂടിയാണ് ലോകത്ത് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം വരുന്നത്. അതിന്റെ പേരുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. പിന്നെ അവിടെ ബൈമെറ്റൽ, 2 മെറ്റൽ എന്നുള്ള സിസ്റ്റം തന്നെ ഇല്ല. പകരം സിംഗിൾ മെറ്റൽ എന്നുള്ള ഗോൾഡ് മാത്രമായി മാറി. ഗോൾഡ് മാത്രം ഇന്റർനാഷണൽ ലെവലിലുള്ള കറൻസി ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പോ എങ്ങനെയാണ് ഗോൾഡ് ഒരു കറൻസി ആയിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്? ആദ്യം ഓരോ രാജ്യങ്ങളും അവരുടെ കറൻസിയിൽ, അവർ പേപ്പർ കറൻസി പ്രിന്റ് ചെയ്യാം. ഓരോ രാജ്യങ്ങൾക്കും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണലി അവർക്ക് കറൻസികൾ പ്രിന്റ് ചെയ്യാം. പക്ഷേ ഓരോ കറൻസി ഓരോ രാജ്യങ്ങളും പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ഗോൾഡ്, ഓരോ ഔൺസ് ഗോൾഡിനും ഇത്ര കറൻസി, ഇത്ര റുപ്പിയാണ്, അല്ലെങ്കിൽ ഇത്ര ഡോളറാണ്, ഇത്ര യൂറോ ആണ് എന്നൊരു സെർട്ടൈൻ വാല്യൂ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു വാല്യൂ ആദ്യം ഫിക്സ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആ വാല്യൂ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ അവർ കറൻസി പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല ഈ കറൻസി പ്രിന്റ് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കൃത്യമായിട്ട് എത്രയാണോ ഗോൾഡ് റിസർവ് ഉള്ളത് അത്ര കറൻസി മാത്രമേ ഒരു രാജ്യം പ്രിന്റ് ചെയ്യാനും പാടുള്ളൂ. അപ്പൊ ഈ ഒരു കൃത്യമായിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് 1875 വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്, ഒരു രാജ്യവും തങ്ങളുടെ റിസർവിനേക്കാൾ കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ കറൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ രാജ്യങ്ങളുടെ വാല്യൂവിനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. നമ്മളിവിടെ ഈ ഒരു പ്രസന്റേഷനിൽ കാണുന്നത് പോലെ ഒരു ഔൺസ് ഗോൾഡിന് 5 യൂറോയാണ്. അതേ സമയത്ത് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഔൺസ് ഗോൾഡിന് 10 പൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പറയാം? ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ 2 ബ്രിട്ടീഷ് പൗണ്ട് കിട്ടും എന്നിങ്ങനെ ഒരു കറൻസി ഫിക്സ് റേറ്റ് തീരുമാനിക്കാൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇന്റർനാഷണൽ ലെവലിൽ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ കറൻസി റേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രധാന റൂളുകൾ നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ലിമിറ്റഡ് പ്രിന്റിംഗ് ഓഫ് മണിയാണ്. നമ്മൾ പറഞ്ഞ പോലെ റിസർവ് എത്രയുണ്ടോ അതിനനുസരിച്ച് മാത്രമേ ഒരു രാജ്യത്തിന് കറൻസി പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ മേജർ പ്രത്യേകത എന്ന് പറയുന്നത് ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ എന്തില്ല, യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഓരോ സിറ്റിസനും ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഗോൾഡ് കിട്ടുമായിരുന്നു. അതേപോലെ ആരുടെ എല്ലാം കയ്യിൽ അവരുടെ രാജ്യത്തിന്റെ കറൻസി ഉണ്ടോ അതിന്റെ ഫിക്സഡ് റേറ്റിലുള്ള ഗോൾഡ് അവർക്ക് ബാങ്കിൽ ചെന്നാൽ കിട്ടുമായിരുന്നു. അങ്ങനെ രാജ്യങ്ങളിൽ പരസ്പരം കൃത്യമായിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? വേൾഡ് വാർ സംഭവിക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ ആണ് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയ സിസ്റ്റത്തെ തകർക്കുന്നത്.
കൊളാപ്സ് ഓഫ് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമുക്ക് പറയാം എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് 40 വർഷത്തോളം ലോകത്ത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് നിന്നിരുന്ന ഈ ഒരു സിസ്റ്റം തകർന്നത്. അപ്പൊ നമുക്കറിയാം വേൾഡ് വാർ വരുന്നതോടുകൂടി ഓരോ രാജ്യങ്ങളും യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ രാജ്യങ്ങളാണ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ആയത്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ ഈ രാജ്യങ്ങൾ എല്ലാം ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള യുദ്ധം എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. അല്ലെങ്കിൽ തന്നെ യുദ്ധമെല്ലാം ഏതൊരു രാജ്യം സംബന്ധിച്ചും യുദ്ധം നടക്കുക അല്ലെങ്കിൽ വാർ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള, വളരെ ചിലവേറിയിട്ടുള്ള, ഒരുപാട് ഫിനാൻസ് നശിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. അപ്പോ രാജ്യങ്ങളെല്ലാം അവരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യാൻ തുടങ്ങി, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ ഗോൾഡ് റിസർവ്. അവർ ഗോൾഡ് റിസർവ് കീപ്പ് ചെയ്യാതെ തന്നെ രാജ്യങ്ങൾ പരസ്പരം അവരുടെ കറൻസികൾ പ്രിന്റ് ചെയ്യുകയും അങ്ങനെ രാജ്യങ്ങളുടെ ഓരോ രാജ്യത്തിനുള്ളിലും വളരെയധികം ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ ഭാഗികമായിട്ട് തകർക്കുന്നത്. രാജ്യങ്ങളിൽ പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ പരസ്പരം ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഇന്റർനാഷണൽ ലെവലിൽ യാതൊരു തരത്തിലുള്ള കച്ചവടം നടക്കാത്ത ഒരു സിറ്റുവേഷൻ. യുദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും അവസാനിക്കും, അല്ലെ? മണിയുടെ അല്ലെങ്കിൽ ഗോൾഡിന്റെ, നമ്മൾ പറഞ്ഞ പോലെ ഗോൾഡിന്റെയും കറൻസിയുടെയും ട്രാൻസാക്ഷൻ കുറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫൈനൽ കൊളാപ്സ് മൂവ്മെന്റിലേക്ക് എത്തുന്നത്. അടുത്തതാണ് ഇന്റർവാർ പീരീഡ്. ഇതിന്റെ പേര് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഭാഗികമായിട്ടാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് തകർന്നതെന്ന്. അതായത് യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന സിസ്റ്റം ഇല്ലായിരുന്നു. പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ജസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നുള്ള സിസ്റ്റം മാത്രമാണ് ഇന്റർവാർ പീരീഡിൽ ഫോളോ ചെയ്തത്. അപ്പൊ ഇന്റർവാർ പീരീഡ് എന്ന് പറയുന്നത് 1915 മുതൽ 1944 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരുന്ന ഒരുപാട് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. എല്ലാ രാജ്യങ്ങളും പരസ്പരം ട്രേഡ് ചെയ്തിരുന്നത് ഗോൾഡിൽ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒന്നാമത്തെ റൂൾ ആയിട്ടുള്ള കറൻസി പ്രിന്റിംഗ് അക്കോർഡിംഗ് ടു ദ റിസർവ്, റിസർവിന് ആനുപാതികമായിട്ടുള്ള കറൻസി പ്രിന്റിംഗ് എന്ന ആ ഒരു മേജർ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ റൂൾസിനെ തെറ്റിച്ചുകൊണ്ടാണ് രാജ്യങ്ങളെല്ലാം പിന്നീട് ഇന്റർനാഷണൽ ട്രേഡ് നടത്തിയിരുന്നത്. അവർ വ്യാപകമായിട്ട് എക്സസീവായിട്ട് തങ്ങളുടെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. യാതൊരു വിധത്തിലുള്ള ഗോൾഡ് റിസർവുകളും കീപ്പ് ചെയ്തിരുന്നില്ല. മാത്രമല്ല രാജ്യത്തിൽ നിന്നും കറൻസികൾ പുറത്തേക്ക് പോകാതിരിക്കാൻ, അവർ തങ്ങളുടെ രാജ്യത്തിൽ നിന്നും കറൻസികൾ പുറത്തേക്ക് പോകാതിരിക്കാൻ ഗോൾഡിന്റെ എക്സ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്തു. ഗോൾഡ് രാജ്യത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് നികുതി അടയ്ക്കണം അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഒരു ക്ലാസിക്കൽ റൂൾസിനെയും ഫോളോ ചെയ്തില്ല. മാത്രമല്ല സ്റ്റെറിലൈസേഷൻ ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടത്തി. സ്റ്റെറിലൈസേഷൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, രാജ്യത്ത് ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് അധികമായിട്ടുണ്ട് എങ്കിൽ അതിനെ ആ മാർക്കറ്റിൽ നിന്നും അതിന്റെ സപ്ലൈ കുറയ്ക്കാനായിട്ട് രാജ്യത്തിന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആ സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. അപ്പൊ സ്റ്റെറിലൈസേഷൻ ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് അന്ന് രാജ്യങ്ങൾക്കുള്ളിലുള്ള ഗോൾഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ അധികാരികളെല്ലാം അതിന്റെ സെൻട്രൽ ബാങ്കുകളെല്ലാം കൂടി ചേർന്നിട്ട് ഗോൾഡിനെ മാർക്കറ്റിൽ നിന്നും തങ്ങളുടെ റിസർവിലേക്ക് മാറ്റുന്ന സിസ്റ്റം ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഗോൾഡ്. അപ്പൊ മാർക്കറ്റിൽ ഗോൾഡിന്റെ മൂവ്മെന്റ് ഇല്ലാതായി. ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ട്രേഡുകൾ, കച്ചവടങ്ങൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ എന്ന് പറയുന്നത് അത്ര അടുത്തിട്ടുള്ള പരസ്പരം അടുത്ത് ബന്ധമുള്ള രാജ്യങ്ങൾ തമ്മിൽ മാത്രമായി മാറി. ഇതെന്ത് ചെയ്തു, രാജ്യത്ത് നമ്മൾ പറഞ്ഞ പോലെ രാജ്യത്ത് പ്രോപ്പറായിട്ട് ട്രേഡ് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കൃത്യമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാവും, അല്ലെ? വളരെ ഫിനാൻഷ്യൽ ക്രൈസിസും ഫുഡ് ക്രൈസിസും എല്ലാം ഉണ്ടായിട്ട് ലോകം തന്നെ മൊത്തത്തിൽ വളരെയധികം ടഫ് ടൈംസിലൂടെ കടന്നു പോകുന്ന ഒരു പീരീഡാണ് 1915 മുതൽ 1944 വരെ. അപ്പൊ ഗോൾഡിന്റെ അല്ലെങ്കിൽ ഗോൾഡ് ബാക്ക് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം എല്ലാ രാജ്യങ്ങളും പരസ്പരം എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു വളരെ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പീരീഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റവും ഗോൾഡ് പീരീഡ് ഇതിന്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളും ഈ ഒരു പഴയകാല ഗോൾഡ് സിസ്റ്റത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട്, ഒരുപാട് എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പഴയ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ പഴയ സിസ്റ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട്, അതിനെ ലോകത്തെ എത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഷാർട്സ്, നൊഗാരോ, കീൻസ് തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ എക്കണോമിസ്റ്റുകൾ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നു.
അപ്പോൾ ഷാർട്സ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. ഇന്റർനാഷണൽ ക്ലിയറിംഗ് യൂണിയൻ എന്ന ഒരു യൂണിയൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ തിയറികൾ അവതരിപ്പിച്ചത്. നൊഗാരോ എന്ന് പറയുന്ന വ്യക്തി ഇന്റർനാഷണൽ ബാങ്ക് വേണമെന്നും ഒരു കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ കറൻസി ക്രിയേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിച്ചു. അങ്ങനെ അതിനെ പറ്റിയുള്ള കുറെ തിയറികളും ചർച്ചകളും അദ്ദേഹം നടത്തി. പക്ഷെ ഒപ്പം തന്നെ നമ്മളുടെ ലോർഡ് കീൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ഫിനാൻസിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ലോർഡ് കീൻസ്. അദ്ദേഹവും പുതിയൊരു പഴയ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ അല്പം കൂടി മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള പുതിയൊരു സിസ്റ്റം അവതരിപ്പിക്കാൻ ശ്രമിച്ചു 1930-ൽ. പക്ഷെ ഈ ഒരു ഇനിഷ്യേറ്റീവുകളൊന്നും, ഇവരുടെ ഈ ഒരു പ്രയത്നങ്ങളൊന്നും കൃത്യമായിട്ട് ഫലിച്ചില്ല. പിന്നെയും ലോകത്ത് നടന്ന പരസ്പരം ഇങ്ങോട്ടും നടന്ന ചെറിയ ചെറിയ ക്ലാഷുകൾ മൂലം, മാത്രമല്ല ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം രാജ്യങ്ങൾ അവസാനത്തെ രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ചെയ്തത്. ഇനി കൊളാപ്സ് ഓഫ് ഇന്റർവാർ സിസ്റ്റം. എങ്ങനെയാണ് ഈ ഒരു ഇന്റർവാർ പീരീഡ് അല്ലെങ്കിൽ ഭാഗികമായിട്ടുണ്ടായിരുന്ന ഒരു സെമി ഗോൾഡ് സ്റ്റാൻഡേർഡ് അതെങ്ങനെയാണ് 1944 തകർന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ പറയാം. ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണോ അതിൽ നമ്മുടെ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ ഇമ്പാക്ട് ഉണ്ടാക്കിയത്, അതേ ഇമ്പാക്ട് തന്നെയാണ് ഈ സെക്കൻഡ് വേൾഡ് വാറും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെക്കൻഡ് വേൾഡ് വാർ സംഭവിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യിക്കുന്നത്. അപ്പോ നമുക്കറിയാം, യുണൈറ്റഡ് കിങ്ഡം ആയിരുന്നു ആ സമയത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. രണ്ടാമത് ആയിട്ടുണ്ടായിരുന്നത് US ആയിരുന്നു. അപ്പൊ യുടെ കയ്യിലായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡ് റിസർവ് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ആ ഗോൾഡ് പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആ ഗോൾഡിനെ കറൻസിയുമായിട്ടുള്ള കൺവേർഷൻ, അവരുടെ കറൻസിയുമായിട്ടുള്ള കൺവേർഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അതായത് അവിടെ രാജ്യത്തുള്ള സിറ്റിസൺ വ്യക്തികൾ അവർക്ക് കറൻസിയുമായി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ബാങ്കിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗോൾഡ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഗോൾഡ് കറൻസി കൺവേർഷൻ കംപ്ലീറ്റ്ലി UK സസ്പെൻഡ് ചെയ്തു. അതിലൂടെ ജനങ്ങളുടെ കയ്യിൽ ഗോൾഡ് ഇല്ലാത്തൊരവസ്ഥ എത്തി. ജനങ്ങളുടെ കയ്യിൽ UKക്ക് പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ട്രാൻസാക്ഷനും ജനങ്ങൾക്ക് നടത്താൻ കഴിയാത്ത സിറ്റുവേഷനിലേക്ക് വന്നു. വേൾഡ് ട്രേഡുകൾ അവസാനിച്ചു. മാത്രമല്ല പല രാജ്യങ്ങളും കൂടുതൽ ഗോൾഡ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ ഗോൾഡ് കിട്ടാൻ വേണ്ടി, ഗോൾഡ് കൺവേർഷൻ കിട്ടാൻ വേണ്ടി അവരുടെ കറൻസിയുടെ വില കുറച്ചു. അപ്പോൾ ഇങ്ങനെ ഡിവാലുവേഷൻ സംഭവിക്കുന്ന ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ വില കുറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അവിടെ വളരെയധികം ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലേഷനിലൂടെ ആളുകൾക്ക് ഒരു വസ്തുവും പരസ്പരം വാങ്ങാനും അവർക്ക് നീഡഡ് ആയിട്ടുള്ള ഗുഡ്സുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തും. അതിനുള്ള ക്യാഷ് അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻ എത്തും. അപ്പൊ ഈ ഒരു റീസൺ എല്ലാം, പിന്നെ മാത്രമല്ല 1939-ൽ സംഭവിച്ച ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, നമ്മൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ ട്രേഡ് ഒന്നും നടക്കാത്തത് മൂലം സംഭവിച്ച ഈ വലിയൊരു ഡിപ്രഷൻ എന്ത് സംഭവിച്ചു, ഈ ഒരു സിസ്റ്റത്തെ ഇന്റർവാർ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് വേൾഡ് വാർ എല്ലാം അവസാനിച്ച് രാജ്യങ്ങളെല്ലാം തിരിച്ച് പഴയ നോർമൽ സ്ഥിതിയിലേക്ക് എത്താൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ പോലെ ഹാരി ഡെസ്റ്റർ വൈറ്റ് എന്ന് പറയുന്ന USA-യിലെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റും ലോർഡ് കീൻസ് എന്ന് പറയുന്ന UK-യിൽ തന്നെ എസ്പെഷ്യലി വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റും ചേർന്നിട്ട് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന ഒരു സിസ്റ്റത്തെ 1944-ൽ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു മീറ്റിംഗിലേക്ക് ലോകത്തിന്റെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള 44 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുകയും അവർ സൈൻ ചെയ്യുകയും അതിലൂടെ അവർ രണ്ട് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ലെവലിലുള്ള സ്ഥാപനങ്ങൾ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിലൊന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, സെക്കൻഡ് വേൾഡ് ബാങ്ക്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ ലെവലിലുള്ള ഷോർട്ട് ടൈം നീഡുകൾ, ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ഷോർട്ട് ടൈമിലേക്കുള്ള നീഡുകൾക്ക് വേണ്ടിയിട്ടാണ് IMF ക്രിയേറ്റ് ചെയ്തത്. ലോങ് ടൈമിലേക്കുള്ള നീഡിന് വേണ്ടി വേൾഡ് ബാങ്കും ക്രിയേറ്റ് ചെയ്തു. അപ്പോ ഈ IMF ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും അതിന്റെ മെമ്പറായി മാറുകയാണ് ചെയ്തത്. അപ്പോ ഈ മെമ്പർ കൺട്രികൾ ഏകദേശം 44 കൺട്രീസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 90 അല്ലെങ്കിൽ 80% വേൾഡ് കൺട്രീസ് ആണ്. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള 90% കൺട്രികളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ IMF-ൽ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് വേൾഡ് തലത്തിൽ തന്നെ ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് IMF അന്ന് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇതിൽ മെമ്പറായിട്ടുള്ള രാജ്യങ്ങൾ പ്രധാനമായിട്ടും പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, എല്ലാ വർഷവും അവർ കൃത്യമായിട്ട് IMF-ലേക്ക് ഒരു സെർട്ടൈൻ എമൗണ്ട്, ഒരു മെമ്പർഷിപ്പ് ഫീ പോലെ ഒരു കോട്ട കൃത്യമായിട്ട് അവർ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ അവരുടെ സ്വന്തം രാജ്യത്തിന്റെ കറൻസി ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡിൽ അവർക്ക് പേ ചെയ്യാം. സെക്കൻഡ്ലി, ലെൻഡ് മെമ്പേഴ്സ് ഇൻ ടൈം BOP ഡെഫിസിറ്റ്. നമുക്കറിയാം BOP എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അക്കൗണ്ടാണ്.
രാജ്യത്തിൽ സംഭവിക്കുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ടുകളുടെ ബാലൻസുകളാണ് എന്ത് പറയാ, BOP ഡെഫിസിറ്റ് ആണോ അല്ലെങ്കിൽ BOP സർപ്ലസ് ആണോ എന്ന് പറയാം. അപ്പോ BOP ഡെഫിസിറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമ്പോർട്ട് കൂടി നിൽക്കുകയും എക്സ്പോർട്ട് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു BOP ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തിലേക്ക് കൃത്യമായിട്ട് ഫണ്ട് കടം കൊടുക്കുകയും എന്നിട്ട് ആ രാജ്യത്തിന്റെ BOPയെ തിരിച്ച് ഈക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നു. അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നു. ഇതായിരുന്നു പ്രധാനമായും IMF ചെയ്തിരുന്നത്. അപ്പൊ BOP ബാലൻസ് എല്ലാ രാജ്യങ്ങളും അവരുടെ ഓരോ വർഷവും അവർ തയ്യാറാക്കുന്നത്. നമ്മൾ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് പോലെ ഓരോ രാജ്യങ്ങളും അവരുടെ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അവരുടെ BOP തയ്യാറാക്കുന്നത് ഓരോ വർഷത്തിന്റെ അവസാനങ്ങളിലാണ്. അപ്പോൾ ഈ BOP ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്ത് IMF കൃത്യമായിട്ട് അവർക്ക് ലോൺ കൊടുത്തുകൊണ്ട് സഹായിക്കും. മാത്രമല്ല അതുവരെ നിലനിന്നിരുന്ന ഒരു സെർട്ടൈൻ മാർജിൻ ഉണ്ട്. അതായത് കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു മാർജിൻ കീപ്പ് ചെയ്യാൻ 1% മാർജിൻ കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു റൂൾ കൂടി IMF കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് ഓരോ കറൻസിയെയും, ഇതിന് മെമ്പർ ആയിട്ടുള്ള ഓരോ കറൻസിയെയും അപ്രൂവൽ ചെയ്യുന്നത് IMF ആയിരിക്കും. അപ്പൊ ഇത്രയും നിയമങ്ങൾ, പ്രധാനമായിട്ടുള്ള കറൻസികളുടെ കറൻസി മറ്റു രാജ്യങ്ങളിൽ നിന്നും ഫ്ലോ ചെയ്യുന്നതിനെല്ലാം കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ആര് മാറി? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മാറി. ഇപ്പൊ വേൾഡ് ബാങ്ക് നമ്മൾ പറഞ്ഞു, ലോങ് ടൈം ആസ്പെക്ട് ആണ് വേൾഡ് ബാങ്കിനുള്ളത്. ഏതൊരു രാജ്യത്തിനും നമ്മളറിയാം, ഫസ്റ്റ് വേൾഡ് വാർ സംഭവിച്ചതോടുകൂടി ഒരുപാട് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ടും വളരെയധികം നഷ്ടത്തിലേക്ക് പോയി. അപ്പൊ അങ്ങനെ നഷ്ടത്തിൽ ഒരുപാട് തിരിച്ച് റീകൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, തിരിച്ച് അതിനെ രാജ്യങ്ങളുടെ പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് ലോൺ നൽകുക, ഒരു ലോങ് ടൈം ലോണുകൾ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വേൾഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഹെൽപ്പുകൾ കൊടുക്കുക, സാമ്പത്തികമായിട്ടുള്ളതും അല്ലാതെയുമായിട്ടുള്ള ഹെൽപ്പുകൾ കൊടുക്കുക തുടങ്ങിയവയാണ് വേൾഡ് ബാങ്ക് ചെയ്തിരുന്നത്. അപ്പൊ മറ്റ് രാജ്യങ്ങളിൽ വളരെയധികം സമ്പത്തുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവും. ആ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഫണ്ടുകൾ കൃത്യമായിട്ട് ഫണ്ട് ആവശ്യമായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് ഡെവലപ്മെന്റിന് വേണ്ടി എത്തിക്കുക എന്നുള്ള ഒരു പ്രധാന പ്രക്രിയയായിരുന്നു വേൾഡ് ബാങ്ക് ചെയ്തിരുന്നത്. അപ്പൊ വേൾഡ് ബാങ്കിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് IBRD ആണ്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ നിയമം എന്തായിരുന്നു? ഗോൾഡ് അവരുടെ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് കറൻസി പ്രിന്റ് ചെയ്യാം, ഓരോ രാജ്യങ്ങളും കറൻസി പ്രിന്റ് ചെയ്യാം. പക്ഷേ IMF എന്ന് പറയുന്ന ഈ ഒരു പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നത്, നമുക്കറിയാം വേൾഡ് വാറിന് ശേഷം ഏറ്റവും വലിയ മേജർ ശക്തിയായിട്ട് ഏറ്റവും കൂടുതൽ ക്രാഷ് സംഭവിച്ച അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച ഒരു രാജ്യമാണ് UK. അതിന് മുമ്പ് നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ ഏറ്റവും വലിയ സക്സസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ വളരെ ഡൊമിനേറ്റ് ചെയ്യുന്ന, അസ്തമിക്കാത്ത നാട് എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു രാജ്യമായിരുന്നു അല്ലെ. ലോകത്ത് ഒരുപാട് കോളനികൾ സൃഷ്ടിച്ചുകൊണ്ടും ഒരുപാട് ഏരിയ കൈയടക്കിക്കൊണ്ടും പോയ ഒരു രാജ്യമാണ് UK. അപ്പോ UK സെക്കൻഡ് വേൾഡ് വാർ സംഭവിച്ചതോടുകൂടി UK കംപ്ലീറ്റ് അവരുടെ ഈ ഒരു ഡൊമിനൻസി നഷ്ടപ്പെടുന്നു. ഈ ഒരു ഡൊമിനൻസി പിന്നീട് കിട്ടിയിട്ടുള്ളത് US-നാണ്. അപ്പൊ US-ന് എല്ലാ കാര്യത്തിലും മുൻതൂക്കം വന്നു തുടങ്ങി. അപ്പൊ ഈ മീറ്റിംഗിലും ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടായിരുന്നത് US-ന് തന്നെയായിരുന്നു. കാരണം അതോടുകൂടി US-ന് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് US-ന്റെ പക്കലായി മാറി. അപ്പോ IMF അല്ലെങ്കിൽ അന്ന് ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയെന്ന് തീരുമാനിച്ചത്, ഇനി മുതൽ ഒരു രാജ്യങ്ങളും ഗോൾഡിനെ അവരുടെ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതായത് ഗോൾഡിനെ അവർ ഇന്റർനാഷണൽ റിസർവ് ആയിട്ടോ അല്ലെങ്കിൽ റിസർവ് ആയിട്ട് മാത്രം കീപ്പ് ചെയ്താൽ മതി. രാജ്യങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഗോൾഡ് കൊടുക്കേണ്ടതില്ല. പകരം ഗോൾഡിന് പകരമായിട്ട് US ഡോളർ എന്ത് ചെയ്താൽ മതി, പരസ്പരം ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി എന്നുള്ള ആ ഒരു തീരുമാനമാണ് രാജ്യങ്ങൾ എടുത്തത്. അപ്പോൾ ഇതിനായിട്ട് ഒരു രാജ്യത്തിന് ട്രേഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവരുടെ സ്വന്തം കറൻസിയെ ആദ്യമേ അവരുടെ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓരോ കറൻസിയും ഡോളറുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഈ കറൻസി ആദ്യം ഡോളറിലേക്ക് പർച്ചേസ് ചെയ്തിട്ട് ആ ഡോളർ ഉപയോഗിച്ച് മാത്രമേ ഗോൾഡുകൾ വാങ്ങാൻ കഴിയുള്ളൂ. നേരിട്ട് ഒരു രാജ്യങ്ങൾക്കും തങ്ങളുടെ കറൻസി ഉപയോഗിച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്ത് അവർക്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ രാജ്യങ്ങളെല്ലാം റിസർവ് ചെയ്യുന്നത് എന്തായി മാറി? അവരുടെ മേജർ കറൻസി ആയിട്ടുള്ള ഡോളർ ആയിട്ട് മാറി. എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രധാനപ്പെട്ട റിസർവ് ആക്കി ഡോളറിനെ മാറ്റി. ഗോൾഡിനെ അവർ ഒരു ഭാഗികമായിട്ടുള്ള റിസർവ് ആയിട്ട് മാത്രമേ കീപ്പ് ചെയ്തിരുന്നുള്ളൂ. അപ്പോ US എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു സെൻട്രൽ ബാങ്ക് പോലെ പ്രവർത്തിക്കുന്ന സിസ്റ്റം ആയിട്ട് ബ്രിട്ടൻ മോണിറ്ററി സിസ്റ്റം മാറി.
അപ്പൊ യു എസിനെ സംബന്ധിച്ച് വളരെയധികം പ്രഷർ ഉണ്ടായി. എന്തുകൊണ്ടാണ്? എല്ലാ രാജ്യങ്ങളിലും കൃത്യമായിട്ട് അവർക്ക് റിസർവ് വേണം. ഈ റിസർവിനുള്ള കറൻസിയൊക്കെ ഒരുപാട് പ്രിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ തുടക്കത്തിലൊക്കെ ഇത് കൃത്യമായിട്ട് ഏകദേശം 12 വർഷക്കാലം ബ്രിട്ടൻ സിസ്റ്റം വളരെ പ്രോപ്പർ ആയിട്ട് ചലിച്ചു. കാരണം അതിനടുത്ത കറൻസി മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അധികം ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രേഡുകളൊന്നും നടക്കാത്തൊരു സമയമായിരുന്നു ആ ഒരു 12 വർഷം. വാറിന് ശേഷമുള്ള ഒരു 12 വർഷം. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ളത്. ഈ ഒരു 12 വർഷത്തിന് ശേഷമാണ് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിക്കുന്നത്. രാജ്യങ്ങൾ വ്യാവസായികമായിട്ടുള്ള വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്. ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഫാക്ടറികൾ സ്ഥാപിക്കുകയും അവരുടെ പ്രൊഡക്ഷൻ നടത്തുകയും ഇന്റർനാഷണൽ എക്സ്പോർട്ടുകൾ കൂട്ടുകയും ചെയ്തു. അപ്പോ വളരെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ബൂം മാർക്കറ്റിൽ കറൻസി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ കറൻസി എന്ന് പറയുന്ന ആ സമയത്ത് ഡോളറാണ്. അപ്പൊ ഈ ഡോളർ ട്രേഡ് ചെയ്യാൻ രാജ്യങ്ങളുടെ കയ്യിൽ ഡോളർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി. അപ്പൊ ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ഇങ്ങനെ ലാർജ്ലി എക്സ്പോർട്ട് സംഭവിച്ചതോടുകൂടി അമേരിക്കയ്ക്ക് കൂടുതൽ കറൻസി പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോ നിലവിൽ അമേരിക്കയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കറൻസി നമ്മൾ പറഞ്ഞു ഡോളർ എത്രത്തോളം പ്രിന്റ് ചെയ്യുന്നു അത്രത്തോളം ഡോളറിന് ആനുപാതികമായിട്ടുള്ള ഗോൾഡ് അമേരിക്ക റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇതായിരുന്നു ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ അമേരിക്ക പാലിക്കേണ്ട പ്രധാനപ്പെട്ട റൂൾ. അപ്പൊ അമേരിക്ക ആ റൂൾ പാലിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് ഡിമാൻഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ഓർഡറിനെ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട കറൻസി പ്രിന്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അതേ സമയത്ത് അവർക്ക് കീപ്പ് ചെയ്യേണ്ട റിസർവ് ആയിട്ടുള്ള ഗോൾഡിനെ കീപ്പ് ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്ത സിറ്റുവേഷൻ വന്നു. അങ്ങനെ സിറ്റുവേഷൻ സംഭവിച്ചതോടുകൂടി അമേരിക്കയ്ക്കുള്ളിൽ എന്ത് സംഭവിച്ചു? ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടായി. നമുക്കറിയാം ഒരു രാജ്യത്തിനുള്ളിൽ ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലുള്ള വസ്തുക്കളുടെ വില കൂടും. ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അവർക്ക് അതിനനുസരിച്ച് ശമ്പളം കിട്ടില്ല. പക്ഷെ എങ്കിലും വളരെയധികം ഉയർന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയി മാറും. അപ്പോൾ അങ്ങനെ അമേരിക്കയിൽ ആളുകൾ ഒരുപാട് ടഫ് ടൈംസിലൂടെ പോയി. ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടായി അമേരിക്കയിൽ. അപ്പോൾ ഇത് മനസ്സിലാക്കിയതോടുകൂടി അമേരിക്ക 1971 എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗോൾഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗോൾഡ് ടു ഡോളർ എന്ന ഈ ഒരു കൺവെർഷൻ അവസാനിപ്പിച്ചതായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു രാജ്യങ്ങൾക്കും ഇനി ഡോളർ നൽകുന്നതല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെയാണ് 1971 ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ് ആവുന്നത്. കാരണം ഡോളർ ഇനി കൊടുക്കുന്നില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. അതോടുകൂടി ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ വുഡ് സിസ്റ്റം പ്രകാരം ഇന്റർനാഷണൽ കറൻസി എന്ന് പറയുന്നത് ഡോളറാണ്. വേറൊരു കറൻസി ഇന്റർനാഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അമേരിക്ക ഈ ഒരു സിസ്റ്റത്തെ സസ്പെൻഡ് ചെയ്തതോടുകൂടി ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രേഡ് നടക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം രാജ്യങ്ങൾ ട്രേഡ് നടത്തണമെങ്കിൽ അവരുടെ കയ്യിൽ ആനുപാതികമായിട്ടുള്ള ഡോളർ ഉണ്ടായിരിക്കണം. അപ്പോ രാഷ്ട്രങ്ങൾ തങ്ങളുടെ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഡോളറിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. കാരണം രാജ്യത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരിച്ചു കിട്ടില്ല. കാരണം ഇന്റർനാഷണൽ ലെവലിൽ ഡോളറിനെ ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഡോളറിനെ ഹോൾഡ് ചെയ്യുകയും അവർ പൂഴ്ത്തി വയ്ക്കുകയും ചെയ്തതോടുകൂടി ഇന്റർനാഷണൽ ലെവലിൽ ട്രേഡ് നടക്കാതിരിക്കുകയും അങ്ങനെ അമേരിക്ക മുന്നോട്ട് വന്നുകൊണ്ട് ഡോളർ ഇനി ഇന്റർനാഷണൽ കറൻസി അല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സിറ്റുവേഷൻ എത്തി. അങ്ങനെയാണ് 1971 ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് നോക്കാം. ഒന്ന്, മാസീവ് പ്രിന്റിംഗ് ഓഫ് US ഡോളർ. നമ്മൾ പറഞ്ഞ പോലെ റിസർവ് കീപ്പ് ചെയ്യാതെ ഗോൾഡൻ റിസർവ് അമേരിക്ക മാത്രം ഗോൾഡൻ റിസർവ് കീപ്പ് ചെയ്താൽ മതിയായിരുന്നു. ആ റിസർവ് അമേരിക്ക കീപ്പ് ചെയ്യാതെ ഡിമാൻഡിനനുസരിച്ച് കറൻസി പ്രിന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിലൂടെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് US ഡോളറിന്റെ വാല്യൂ കുറയ്ക്കേണ്ടി വന്നു. ഈ ഡിമാൻഡിനെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് US ഡോളറിന്റെ വാല്യൂ പിന്നീട് കുറച്ചു. ആദ്യം $38 ഒരു ഔൺസ് ഗോൾഡ് ആയിരുന്നുവെങ്കിൽ പിന്നീട് $45 ഒരു ഔൺസ് ഗോൾഡായി മാറ്റി. ഇങ്ങനെ കറൻസിനെ ഡിവാല്യൂ ചെയ്ത് രാജ്യത്തിന് അവസാനം ഈ ഒരു സിസ്റ്റത്തെ സസ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ഈ ഒരു അമേരിക്ക നേരിട്ട ഈ ഒരു പ്രതിസന്ധിയെ വിളിക്കുന്ന പേരാണ് ട്രിഫിൻ പാരഡോക്സ്. ആ ഒരു തിയറിയെ വിളിക്കുന്ന പേരാണ് ട്രിഫിൻ പാരഡോക്സ്. അതായത് ഒരു രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കറൻസി അമിതമായിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറായിട്ട് ഡിമാൻഡ് ഉണ്ടാവുകയും ആ ഡിമാൻഡിനനുസരിച്ച് തന്നെ കറൻസി പ്രിന്റ് ചെയ്യാൻ മെനക്കെടുകയും ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രിഫിൻ പാരഡോക്സ്. അപ്പൊ അമേരിക്ക ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തെ കൊളാപ്സ് അല്ലെങ്കിൽ നിർത്താൻ തീരുമാനിച്ചതോടുകൂടി മറ്റു രാജ്യങ്ങൾക്ക് എന്തായാലും ട്രേഡ് ചെയ്യാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എസ്പെഷ്യലി മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെ ഹൈക്കിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. അപ്പൊ ഈ രാജ്യങ്ങൾ കൃത്യമായിട്ട് ട്രേഡ് നടത്തിയെങ്കിൽ മാത്രമേ അവരുടെ ഇൻഡസ്ട്രിയൽ നീഡുകളെ മീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ.
അപ്പൊ രാജ്യങ്ങൾ അമേരിക്കയോട് രാജ്യങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇനി ഡോളറിനെ ട്രാൻസാക്ട് ചെയ്യുന്നില്ല, പരസ്പരം നമ്മുടെ പേഴ്സണൽ കറൻസികൾ തന്നെ ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ, പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിക്കൊള്ളാം എന്നുള്ള അഡ്ജസ്റ്റ്മെന്റിലേക്ക് പിന്നീട് അങ്ങോട്ട് 1975 മുതൽ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഓരോ രാജ്യങ്ങളും അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നുകൊണ്ട് ഓരോ കറൻസി റേറ്റുകളും ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്, പിന്നീട് എന്തായി? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയി മാറി. അത് തന്നെയാണ് പല പല ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് വരെ നിലനിൽക്കുന്ന സിസ്റ്റവും എന്താണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് തന്നെയാണ്. അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണ് മോണിറ്ററി സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മോണിറ്ററി സിസ്റ്റത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു, അതിന്റെ ഇവല്യൂഷൻ ഹിസ്റ്ററി. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ തുടങ്ങി നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കറൻസി ഫോമിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഒരു ഡിജിറ്റൽ കറൻസിയിലേക്ക് എത്തിയതാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ എങ്ങനെയാണ് എത്തിയത് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് IMS വർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു. Okay, so that's all for today's session. Once you complete the session, please check out Igno's self-learning material at HighQuest Learning, and also check out the valued notes. And please attempt the objective test in Exampedia, and see you soon in next session.